ഒരു കഥ சொல்லட்டுமா? വീഡിയോ വൈകിയത് വേറെ ഒന്നും കൊണ്ടല്ല. പുതിയ ഫോൺ വാങ്ങണമല്ലോ. 2 ഫോണൊക്കെ വാങ്ങി. അതിൻ്റേതായ സാധനങ്ങളൊന്നും ഇല്ലടേ ഇതിൽ. അതൊക്കെ അതിൽ കയറ്റണ്ടേ. മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സമയം വൈകിയതാണ്. വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇന്നലത്തെ ലൈവ് എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒരു വീഡിയോ ഇട്ട് തന്നുള്ളൂ. കാരണം ചില ആളുകൾ ഇല്ലാ കഥകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പോയിട്ടാണ് ഇനി ജാമ്യം കിട്ടുക, ജയിലിൽ അടയ്ക്കപ്പെട്ടു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് എനിക്കന്ന് സംഭവിച്ചതെന്ന് അറിയാൻ ഒരുപാട് ആളുകളിലെ കൗതുകമുണ്ട്. എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ കുറേ യൂട്യൂബർമാർ വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലാതെയും ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ നന്ദി ഞാൻ പറയുകയാണ്. കാരണം അത്രമാത്രം എന്നെ അങ്ങ് ആകാശത്തേക്ക് പൊക്കി വെച്ചില്ലേ. അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ കഥ, എൻ്റെ മാത്രം കഥ, എൻ്റെ സാങ്കല്പിക കഥ. കേസ് കള്ളക്കേസാണ്. ബാക്കിയൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് കള്ളക്കേസാണ്. ബാക്കിയൊക്കെ കോടതിയിലാണ്. 2 ഫോണായിട്ട് പിടിച്ചെടുത്തു, ഒരു ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിക്കുന്നതല്ല എന്ന് അവരോട് ഒരുപാട് പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് അവർ പോകുന്ന ആ സമയം വരെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വളരെ മാന്യമായ രീതിയിലാണ് പോലീസുകാർ നമ്മോട് പെരുമാറിയത്. ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും നമ്മളോട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പോകുന്ന സമയത്ത് നല്ല സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ച് നല്ല അടിപൊളിയായിട്ട് കാറിൽ അങ്ങ് ഇരുന്ന് പോയി. ഒരുപാട് ആളുകൾ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. അവരെ ഫോൺ എടുക്കാൻ കഴിയില്ല, ഫോൺ അവരുടെ കയ്യിലായിരുന്നു. എന്നാലും വീട്ടിലുള്ള ആളുകളുടെ ഫോണൊക്കെ, അളിയനാണെങ്കിലും അല്ലെങ്കിൽ അമ്മ, ചേച്ചി, അങ്ങനെയുള്ള ആളുകളുടെ ഫോൺ മാത്രമേ എടുക്കാൻ സമ്മതിച്ചിരുന്നുള്ളൂ, ബ്രദേഴ്സിൻ്റെ ഒക്കെ. പുറത്തുനിന്നുള്ള നമ്മളെ ലോയേഴ്സും അങ്ങനെയുള്ള ആളുകളുടെ നമ്പർ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് യൂട്യൂബർമാർ ഇത് അറിഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു, ആരെയും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഒന്നിൽ നിന്നാണ് തുടങ്ങാം. അസുഖമുള്ള അവരെയാണ് ഞാൻ അതും ഇതും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പലതും പറഞ്ഞത്. പക്ഷേ ഈ അസുഖമുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അമ്പലത്തിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്, എൻ്റെ യൂട്യൂബിലും കിടക്കുന്നുണ്ട്. നിരന്തരമായി അവരുടെ അസുഖം മാറണമെന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഞാൻ ഇടക്കിടക്ക് പറയുന്നു. ഇന്നും ഞാൻ ആ പ്രാർത്ഥനയിൽ മുഴുകുന്നു. അതത്രയേ ഉള്ളൂ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ പേടിച്ചു പോയി എന്നുള്ളതാണോ? അല്ല, ഒരു ഭയപ്പാടും എനിക്കില്ല. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു പ്രസ്തുത വ്യക്തി എൻ്റെ അടുത്ത് വന്ന് നിന്ന് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് പറയണേ സന്ദീപ് എന്ന് കമൻറ്റ് കുറേ കണ്ടു. ഇത്രയേ ഉള്ളൂ. പുറത്തേക്ക് പറയാൻ കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വേർഡ് അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റില്ല. എങ്ങനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതൊന്ന് പറയും? പറയുന്നില്ല, അതവിടെ കിടക്കട്ടെ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതെനിക്ക് പറയണം തോന്നിയാൽ ഞാൻ പറയാം. അതും പേഴ്സണലായിട്ട് ആർക്കെങ്കിലും പറഞ്ഞു തരാം എന്നുള്ളത് അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിന് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അവിടെ എത്തിയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നിന്ന് പോലീസുകാർ നല്ല മാന്യമായ രീതിയിൽ പെരുമാറ്റം. വീട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഒന്ന് ബലം പിടിച്ചു. പിന്നീട് അവർ വീടിൻ്റെ മുന്നിൽ വന്നു. സന്ദീപിൻ്റെ വീടല്ലെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ പോലീസുകാരനാണ്, ആളൊക്കെ മനസ്സിലായി. കാരണം ചങ്ങളം പോലീസ് സ്റ്റേഷനിൽ ആളൊരു 3 മാസം മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആളെ കണ്ട മനസ്സിലായി. കയറിയിരിക്കാൻ പറഞ്ഞു, വെള്ളമൊക്കെ കുടിച്ച് സംസാരിച്ചു. സന്ദീപ് ഇങ്ങനെയാണ് കാര്യങ്ങൾ, FIR ഇട്ടിട്ടുള്ളൊരു കേസാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എൻ്റെ വീട്ടിലെ ചേട്ടന്മാർ, വീട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞു. അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ വണ്ടി കയറി പോയി. ഓണം ഈ തൃശ്ശൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അല്ല കിടിലൻ ഭക്ഷണം, അടിപൊളി. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ചായയും കുടിച്ചു. അവരെന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇവരെ വിളിച്ചറിയിക്കുന്നുണ്ട്, ഒരു പടക്കമുള്ള മീഡിയാസ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നുള്ളത്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് മൊബൈൽ ഫോണും പിടിച്ച് കുറേ എണ്ണം. നമുക്ക് ഇങ്ങനെ ഫേമസ് ആകാൻ കിട്ടുന്ന ഒരു അവസരമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളോട് കയറി ചെന്നു. അതിൻ്റെ ഇടയിലാണ് ആ ചെങ്ങായി എന്തോ ചോദിച്ചത്. എന്തോ എന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. നേരെ അകത്ത് കയറി നമ്മളോട് പോലീസുകാർ മാന്യമായ രീതിയിൽ തന്നെയാണ് അവിടെയും പെരുമാറ്റം. CI ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള പോലീസ് ഓഫീസർ ആണെന്നുണ്ടെങ്കിലും അടിപൊളി. കാരണം നമ്മളാരെയും കൊന്നതും പിടിച്ചതൊന്നും അല്ലല്ലോ. നമ്മളൊരു കഥ പറഞ്ഞതാണ്. ആ കഥ വെറും ഒരു സാങ്കല്പികമാണ് എന്നുള്ളതാണ് അവർ നല്ലപോലെ തന്നെ സംസാരിച്ചിട്ടുള്ളത്. അതിനിടയിൽ ഒരു വ്യക്തിക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു. അയാൾ എന്നെ കാണാൻ വന്നു. മുഖത്ത് നോക്കിയില്ല, കാലിലേക്ക് നോക്കിയിട്ട് അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, പരിപാടി അത്ര ഉണ്ടാകുന്നുള്ളൂ. പിന്നെ പോലീസുകാർ ഭക്ഷണം കാര്യങ്ങളും വാങ്ങി തരുന്നുണ്ട്. എൻ്റെ ഏട്ടനും മറ്റുള്ള ആളുകളൊക്കെ അപ്പോൾ തന്നെ അവിടെ എത്തി. രാത്രി ജാമ്യം കിട്ടിയില്ല. അത്രയും നേരം വൈകിയതുകൊണ്ട് ജാമ്യമൊന്നും കിട്ടിയില്ല. എൻ്റെ വീട്ടുകാരാണ് എനിക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുന്നത്. ഞാനത് കഴിച്ചു. നമ്മൾക്ക് നിലവിൽ 3 മണി വരെ ഒന്നും ഉറങ്ങാറില്ല. ശീലമല്ലേ ഉറങ്ങിയിട്ടൊന്നും. ആ സമയത്തൊക്കെ നമ്മൾ ഫോണിൽ കളിച്ചിരിക്കുക. അതുപോലെ തന്നെ പോലീസുകാരോട് വർത്താനം പറഞ്ഞ് കഥയും പറഞ്ഞ് അങ്ങനെ ഇരുന്നു അവിടെ. രാവിലെ ആയപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഒരു സ്റ്റേഷൻ ജാമ്യം തരാനുള്ള വകുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. വകുപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു വകുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ജാമ്യം കിട്ടി. ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യം. ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, യൂട്യൂബറാണ്. പേഴ്സണലായിട്ട് അവരെ എനിക്ക് അറിയില്ല, അവരുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ചങ്ങരം പോലീസ് സ്റ്റേഷനിൽ നിന്നും അറസ്റ്റ് മെമ്മയും കാര്യങ്ങളൊക്കെ ഒപ്പുവെച്ച് അവിടുന്ന് നീങ്ങുന്ന സമയം മുതൽ ഷെഫീന താത്ത എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു തവണ ഫോൺ എടുക്കാൻ സമ്മതിച്ചു. ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്,
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വകുപ്പും കാര്യങ്ങളും ഇന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ എന്ന് പറഞ്ഞു. അവരെനിക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, എന്താണ് വകുപ്പ് എന്ന കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി നോക്കണം നിങ്ങൾ, രാത്രി ആ കാലുകൊണ്ട് വയ്യാത്ത ആ ഒരു സ്ത്രീ അവരുടെ കാറിൽ എനിക്ക് ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് സ്റ്റേഷൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയോടും പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. എനിക്ക് അവർ പറയുന്ന എല്ലാ കാര്യത്തിനോടും യോജിപ്പില്ല കേട്ടോ. ചില കാര്യങ്ങൾക്ക് യോജിപ്പ് ഇല്ലാത്തതുകൊണ്ട് ചിലത് ഓക്കെയാണ് എന്നുള്ളതാണ്. എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും, എന്നോടും ആളുകൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നതിൽ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. അതുകൂടാതെ ഒരുപാട് യൂട്യൂബർമാരും ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പല മേഖലകളിൽ നിന്നും എനിക്ക് വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റേഷനിലോട്ട് വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോലും അത്ഭുതപ്പെട്ടു. ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായിടേ എന്ന് പറഞ്ഞതുപോലെയായി എന്നുള്ളതാണ്. ഷെഫീന താത്തക്കാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കൊടുക്കുന്നത്. ഒരുപാട് മീഡിയാസ് വന്നിട്ട് അതും ഇതൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കോടതിയിൽ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വരുന്ന ഒരു സമയത്ത് അവർ പുറത്ത് കാത്തിരിക്കുകയാണ്. അവരെടുത്ത് പോയി സംസാരിച്ച് അവരെനിക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചിട്ട് സഹായങ്ങളുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ വീഡിയോയിലൂടെ തന്നെ ആദ്യമായിട്ട് ഞാൻ ജനങ്ങളോടൊരു കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈവ് എൻ്റെ വീഡിയോയിലൂടെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അവരോടൊന്നും ഒരിക്കലും എനിക്ക് നന്ദി പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ആളുകൾക്ക് അവരോട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരോടും അതേപോലെ നന്ദി ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് സപ്പോർട്ടായിട്ട് വന്ന എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. സത്യമല്ലാതെ മറ്റു കാര്യങ്ങൾ ഞാൻ പറയാറുമില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഡിവൈസ്, പഴയ ഡിവൈസും കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് ഞാൻ എപ്പോഴും പറയാനുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അത് അവർക്ക് കിട്ടും, അവർക്ക് ബോധ്യമാവും എന്താണ് സംഭവങ്ങൾ എന്നുള്ളതൊക്കെ. അതൊക്കെ വരും ദിവസങ്ങളിൽ പറയായിരിക്കും നല്ലത്. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇനി കൂടുതൽ പറയാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതൊക്കെ എന്തായാലും ഇനി 30-ാം തീയതിക്ക് ശേഷം മൊഴിയും കാര്യങ്ങളൊന്നും കൂടി എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ കോടതിയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് അത് അപ്പോൾ നോക്കാമെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഒരുപാട് വ്യക്തികളുണ്ട്, പേരുകൾ പറയാൻ കഴിയില്ല. പേരൊന്നും പറയരുത് സന്ദീപ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വക്കീലന്മാർ ഒരുപാട് ആളുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ടോ, പേരെടുത്ത് പറയുന്നത് അവർ പറഞ്ഞതുകൊണ്ടാണെന്നുള്ളതാണ്. സഹായങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കട്ടക്ക് നമ്മുടെ ഫാമിലി, കട്ടക്ക് കൂടെ ഉണ്ടായിരുന്നു, ഏട്ടുണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. അവനാണ് എണ്ണ അടിച്ചിട്ട് അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ എത്ര ദൂരം ഉണ്ടെന്ന് അറിയാം. എൻ്റെ വീട്ടിനടുത്ത് 7 മണിക്കൂറോളം റണ്ണിങ് ആണ്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര എന്ന് വലിയ ദൂരം കൂടുതലാണെന്നുള്ളത്. പക്ഷേ ട്രെയിനിൽ കയറിയതൊക്കെ എളുപ്പമാണ്, അത് വേറെ കാര്യം. പക്ഷേ കാറിലാണ് നമ്മൾ പോയതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസ് അത് കള്ളക്കേസാണ്. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു സംഭവം അതിലില്ല, അത് അത്രയേ ഉള്ളൂ. പിന്നെ ഇതെടുത്ത് ആഘോഷിക്കുന്ന ആളുകളോട് നിങ്ങൾ ചില ആളുകളെ കുറിച്ചിട്ട് ചില കാര്യങ്ങളും അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലാതെ തന്നെ നിങ്ങളുടെ ചാനലുകളിൽ ഉണ്ടല്ലോ എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം പല ആളുകളെ കുറിച്ച് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ ആരായി, നമ്മൾ എന്തോ ആയി. പക്ഷെ ഞാൻ ആരോരും അറിയാതെ ഒരു അധോലോകമായ ആളാണ്. എനിക്ക് ഇത്രമാത്രം സപ്പോർട്ട് ഉണ്ട് എന്ന് ഈ വിഷയത്തിലൂടെ മനസ്സിലായത് എന്നുള്ളതാണ്. അപ്പോൾ അസുഖമുള്ള ആൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനയിലും അവരുണ്ടാവും. സുഖമെല്ലാം മാറട്ടെ. നമ്മളോട് വിദ്വേഷവും പകയും അവർ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, അതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ്. പോലീസുകാരുടെ പെരുമാറ്റം വളരെ മനോഹരമായിരുന്നു. അവർ വളരെ മാന്യമായ രീതിയിൽ എന്നോട് പെരുമാറിയിട്ടുണ്ട്. പിന്നെ ഫോൺ പോവും, പിന്നെ സിമ്മും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതൊരു പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളും എടുത്തു എന്നുള്ളതാണ്. നാട്ടുകാരോട് പറയാൻ ഒരു കാര്യമുണ്ട്, എൻ്റെ നാട്ടുകാരോട്. ഈ നാട്ടിൽ നിരന്തരമായിട്ട് വയൽ ശേഖരങ്ങൾ നികത്തി അതിൽ വീട് വെക്കുന്ന, വലിയ വീട് വയ്ക്കുന്നതും അല്ലാതെ നികത്തി പറമ്പായിട്ട് വിൽപ്പന നടത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായി സന്ദീപ് എടപ്പാളിനെ അറസ്റ്റ് ചെയ്തു. ഞാനിപ്പോൾ റിമാൻഡിലാണെന്ന് ചില യൂട്യൂബർമാരും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ജാമ്യം കിട്ടിയില്ല, ഇതാണെന്നൊക്കെ. പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ച് അങ്ങനെ എന്തൊരു സാധനം പറയുന്നുണ്ട്. എൻ്റെ FIR കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യൂട്യൂബർമാരെ ഒന്ന് വിളിച്ച് ചോദിച്ചു കിട്ടും. എനിക്ക് തരാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അതിൽ അങ്ങനെ ഒരു സംഭവം അല്ല ഉള്ളത്, അത് വേറെ കേസാണ്, അത് കള്ളക്കേസാണ്, അതോടൊക്കെ. അപ്പം മണ്ണിട്ട് നികത്താൻ അവർക്ക് അവസരം കിട്ടുന്ന ഒരു അവസരമാണ് സന്ദീപ് ജയിലിൽ കിടന്നാൽ. ഉടനെ തന്നെ സന്ദീപിന് അത് വേണം, ഞങ്ങളെ പാടം നികത്താൻ സമ്മതിച്ചില്ല എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ നിലനിൽപ്പിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നാളെയുടെ മക്കൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് ജീവിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഞാനൊരു പരിസ്ഥിതി പ്രവർത്തനമാണ്, ഞാനൊരു സാമൂഹിക പ്രവർത്തനമാണ്, ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകനും കൂടിയാണ് എന്ന ബോധം നിങ്ങൾക്കുള്ളത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പാടം മണ്ണിട്ട് നികത്താൻ നിൽക്കണ്ട, വീഡിയോ എടുത്ത് അങ്ങ് ഏറി ഞാൻ കയറ്റും, ഇനിയും കയറ്റും, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം നിങ്ങൾ ഇന്ന് തിന്ന് ചത്തങ്ങ് പോവും. നാളെ എന്താ ഉണ്ടാവുക അറിയോ? നാളെ നിങ്ങളുടെ മക്കളുടെ മക്കള് ഇവിടുന്ന് തിന്നാനൊന്നും കിട്ടാത്ത ചരല് വാരി തിന്നാൻ, അതേ ഉണ്ടാവുള്ളൂ. പാടം നികത്തുകയാണൊക്കെ അത് വാരി തിന്ന് ജീവിക്കേണ്ടി വരും. അപ്പോൾ അത് പറയുക തന്നെ ചെയ്യും. എന്നോട് വിദ്വേഷവും വിരോധമൊന്നും തോന്നിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല, അടുത്ത വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറയും. പിന്നെ കഥ
അടുത്ത ഒരു പാർട്ടിയിലൂടെ തുടങ്ങും. പുതിയ കഥ, പുതിയ സന്ദർഭങ്ങൾ, പുതിയ കഥാപാത്രങ്ങൾ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി. പിന്നെ ഓലപ്പാമ്പ് മറക്കണ്ട. സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.